ഹായ് ഗൈസ്, ഇറ്റ്സ് മീ സാക്. വെൽക്കം ബാക്ക് ടു zaaktech. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഡസ്റ്റ്ബിൻ ആണ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി തമ്മിലൊക്കെ കണ്ടിട്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നത്. പിന്നെ ഞാനിവിടെ എന്താ പറയുക, ഒരു ഫോർമാലിറ്റിക്ക് പറയുകയാണ്. ഓക്കെ, നമ്മളിന്നിവിടെ ചെയ്യുന്നത് ഡസ്റ്റ്ബിൻ ആണ്. അതായത് വെറും ഡസ്റ്റ്ബിൻ അല്ല, ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിൻ. ഓക്കെ, അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഈ ഡസ്റ്റ്ബിനെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും എനിക്ക് ഒരു ആന്താണെന്ന്. സത്യത്തിലും ഗൈസ് നിങ്ങൾക്ക് തോന്നിപ്പോവും ചിലപ്പോൾ, കാരണം ആ ഡസ്റ്റ്ബിൻ നിങ്ങൾ കാണണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ആ ഡസ്റ്റ്ബിനെ കാണിച്ചു തരാം. ഈ സാധനം എന്തിനാ ഡസ്റ്റ്ബിൻ ഓട്ടോമാറ്റിക് ആക്കുന്നത്? ഇത് ഓൾറെഡി ഓട്ടോമാറ്റിക് ആണല്ലോ എന്ന് വരെ നിങ്ങൾക്ക് തോന്നിപ്പോവും. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആ ഡസ്റ്റ്ബിൻ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായി കമൻറ്റ് ചെയ്യും. ഓക്കെ, സോ ഗൈസ്, നമ്മളെ ഡസ്റ്റ്ബിൻ ഇതാണ്. ഡസ്റ്റ്ബിന്ന് ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഞാനിത് എവിടുന്നോ നിങ്ങളുടെ കണ്ടുപരിചയമുള്ള പോലെ ഇല്ല ഇത്. സത്യത്തിൽ ഞാനിത് ഹോസ്പിറ്റലിൽ നിന്ന് പൊക്കിയതല്ല. സത്യമായിട്ട് ഞാനിത് ഹോസ്പിറ്റലിൽ നിന്ന് പൊക്കിയതല്ല, സത്യമായിട്ടും. ഓക്കെ, ഇത് ഞാൻ വാങ്ങിയതാണ്, പൈസയും കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഈ ഡസ്റ്റ്ബിന് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് ഓൾറെഡി ഓട്ടോമാറ്റിക്കാണ്, നിങ്ങൾക്ക് അറിയാലോ. അതിൻ്റെ മുകളിൽ കൂടി ജസ്റ്റ് ഒന്ന് എന്താ പറയുക, കടലാസോ വല്ലതും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ അതങ്ങ് പോവും. ഈ ഒരു ഡസ്റ്റ്ബിൻ്റെ ഉള്ളിൽ കൂടി ഒരു കടലാസ്, ഓക്കെ, കടലാസ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കാണ്, ഇതിനൊന്നും ചെയ്യാനില്ല. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മൂടിയാണ് ഓട്ടോമാറ്റിക് ചെയ്യുക. എന്നാലും ഇതെനിക്കൊന്ന് ഓട്ടോമാറ്റിക് ചെയ്യണമെന്ന് കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കാക്കി കാണിച്ചു തരാം. എനിക്ക് വേറെ കണ്ടന്റ് ഇല്ല, അതാണ് വിഷയം. ഈ കണ്ടന്റ് ഉള്ള കണ്ടന്റൊക്കെ ആണെങ്കിൽ കുറച്ച് ഹൈലി റിസ്ക് ആണ്, വേറൊന്നുമില്ല. ചെയ്യാൻ കുറേ ടൈം എടുക്കും. ഇപ്പോൾ ഓൾറെഡി 1-2 മാസമായി, 4-5 മാസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, വേറൊന്നുമില്ല. കുറച്ച് ബിസിനസ് പരമായാലും അല്ലാതെ പേഴ്സണൽ പരമായാലും കുറച്ച് കാര്യങ്ങൾ ബിസി ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ഡെയിലി കണ്ടന്റുകൾ ഡെയിലി കാണത്തില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ വരും. ഓക്കെ, എന്നെക്കാത്ത് വേറെ ആരും ഇല്ലയെന്ന് എനിക്കറിയാം. ഓക്കെ, എന്നാലും ഞാൻ വരും. നമ്മളിങ്ങനെ ഇത് ഓട്ടോമാറ്റിക് ആക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് കണ്ടു, ഇത് ഓൾറെഡി ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇട്ടാൽ മതി. ഓക്കെ, കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ഒരു അൾട്രാസോണിക് സെൻസർ വെക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ഇങ്ങനെ ഒരു കടലാസ് കൊണ്ടുവരുമ്പോൾ, ഓക്കെ, കടലാസ് കൊണ്ടുവരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഇങ്ങനെ ഓപ്പൺ ആവും. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടാൽ മതി. പിന്നെ ഇതിനൊരു എന്താ, എല്ലാ ബാസ്ക്കറ്റിനും ഉണ്ട്. ഇതിപ്പോൾ നമ്മളിത് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ, ഇതിനുള്ള ബോൾ കണ്ടോ ഗൈസ്? ഇതിവിടെയുള്ള ഒരു സാധനം, എൻ്റെ ഒരു പൂച്ച ആക്കി വെച്ചതാണ്. എന്തായാലും പോട്ടെ. ഈ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാം, ദൂരെ നിന്നൊക്കെയാണ് നമുക്ക് ഇങ്ങനെ എറിഞ്ഞിട്ട് അതിനകത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിടാം. ബട്ട് ഈ മൂടി കൂടെ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഇഷ്യൂ ഉണ്ട്. മൂടി വിട്ടേ. നമുക്ക് ഈ കുറച്ച് ദൂരെ നിന്നിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ അകത്തേക്ക് ആക്കാൻ പറ്റില്ല. പിന്നെ ഒന്നുകൂടെ സ്ട്രോങ്ങിൽ എറിഞ്ഞാൽ പോരെ നിങ്ങൾ ചോദിക്കുമ്പോൾ, സ്ട്രോങ്ങിൽ എറിഞ്ഞാലുള്ള അവസ്ഥ പാളിപ്പോയി. ചിലപ്പോൾ കയറുമായിരിക്കും, ചില സമയത്ത് റിട്ടേൺ വരും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കാണിച്ചാലോ ഒന്നുകൂടെ. റിട്ടേൺ വരല്ലേ? ഉണ്ടാ പറഞ്ഞില്ല, റിട്ടേൺ വരും. ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഈ ഒരു കടലാസ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും. നമ്മളെന്ത് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ഐഡിയ. നമുക്ക് എൻ്റെ ഐഡിയ മനസ്സിലായെന്ന് തോന്നുന്നു. ഒരുമാതിരി ഐഡിയ ആയി പോയിന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഓട്ടോമാറ്റിക് ആക്കുന്നത് കാണിച്ച പച്ച ബോറായിരുന്നു ഗൈസ്. അതുകൊണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക പറ്റത്തില്ല. എനിക്ക് എടുക്കാനുള്ളത് എന്താ പറയുക, ത്രാണിയില്ല. അതിങ്ങനെ ക്യാമറയൊക്കെ വെച്ച് എടുക്കണം, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അൾട്രാസോണിക് സെൻസർ. ഓക്കെ, പിന്നെ ഉള്ളത് ഒരു ആർഡിനോ യൂണോ. ഓക്കെ, ആർഡിനോ യൂണോ കാണുന്നില്ല. ഒരു സെർവോ മോട്ടർ. ഈ സെർവോ മോട്ടറിൻ്റെ കോലം കാണുമ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ഒരു കാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഓട്ടോമാറ്റിക് കാറ്. മീൻസ് അതിൻ്റെ പേര് എന്നോട് മറന്നുപോയി. ഓക്കെ, ആ കാറിന് യൂസ് ചെയ്തതാണ്. എന്തായാലും ഞാനിത് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ സ്റ്റേ ഓൺ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് കൂടിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളുടെ വർക്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അൾട്രാസോണിക് സെൻസറും അതിൻ്റെ ആർഡിനോ യൂണോ ഒക്കെ ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്കൊരു സെർവോ മോട്ടർ കൂടി പിടിപ്പിക്കണം. ആ ഒരു പരിപാടി കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ കോഡ് ചെയ്ത് വെച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കോഡൊക്കെ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കോഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മൾ മൊത്തത്തിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. എന്തായാലും ഞാനിത് മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.